അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി എന്താണ് ഒരു ഫോർ ലൂപ്പ് അല്ലേ. നമ്മൾ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നേരം ലൂപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഫോർ ലൂപ്പ് അല്ലേ. അതായത് എന്താണ് ഫോർ ലൂപ്പ് എന്താണ്. അപ്പോൾ നമുക്ക് എല്ലാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളെയും പോലെ തന്നെ നമുക്ക് ഫോർ ലൂപ്പിനും ഒരു ഡയഗ്രാം വെച്ച് നമുക്ക് പഠിക്കാം. അതായത് ഫോർ ലൂപ്പിൻ്റെ ഡയഗ്രാം ശ്രദ്ധിക്കുക. ആദ്യം എന്താ ചെയ്യുന്നത്, ആദ്യം ഇനിഷ്യലൈസേഷൻ പാർട്ടാണ് വരുന്നത്. ഈ ഇനിഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് വരുന്നത്, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്, ട്രൂ ആണെങ്കിൽ ബേസിക്കലി സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് വരിക. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യുന്നത്, ഇൻക്രിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റേഷൻ പാർട്ടിലോട്ട് പോകും. പിന്നെ എന്ത് ചെയ്യും, പിന്നെയും കണ്ടീഷനിലോട്ട് പോകും. എന്നിട്ട് ഈ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആകുന്നത് അപ്പോഴായിരിക്കും ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ട്രൂ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ട്രൂ ആണെങ്കിൽ ബേസിക്കലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, പിന്നെ ഇത് കണ്ടീഷനിലോട്ട്. അപ്പോൾ ഇതൊരു ലൂപ്പായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെ, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ലൂപ്പായിട്ട് കണ്ടിന്യൂ ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് രണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും പഠിച്ച് ശരിക്കും നമുക്ക് ഫോർ ലൂപ്പ് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ ഡയഗ്രാം മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, റൈറ്റ്. അപ്പോൾ ഈ ഫോർ ലൂപ്പ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം അല്ലെങ്കിൽ ഇതിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു, ഫോർ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ഫോർ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ റൈറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന കണ്ടീഷനും ഇനിഷ്യലൈസേഷനും അഥവാ അപ്ഡേഷൻ എന്ന് പറയുന്ന കാര്യം ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തായിരിക്കും നമുക്ക് എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ട, റൈറ്റ്. ശ്രദ്ധിക്കണം, എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ട അതെവിടെ കൊടുക്കുന്നത്, ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്താണ് അല്ലേ. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ നമ്മൾ ഫോർ എന്ന് പറഞ്ഞ കീവേഡ് എഴുതി. അതിൻ്റെ അകത്ത് എന്താ, ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഇനിഷ്യലൈസേഷൻ, പിന്നെ കണ്ടീഷൻ നമ്മൾ എഴുതും. അതിനുശേഷം നമ്മളൊരു ഇൻക്രിമെൻറ്റേഷൻ പാർട്ടോടെ എഴുതുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. എന്നിട്ട് ഈ ഫ്ലോ, അതായത് ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്. ഇനി ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. അതായത് ഇനിഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, റൈറ്റ്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, ട്രൂ ആണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണ് പോകുന്നത്, റൈറ്റ്. ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുന്നു. സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പോയിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ പോകുന്നത് ഇൻക്രിമെൻറ്റേഷൻ പാർട്ടിലോട്ടാണ്. ഇതിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെയും പോകുന്നത് കണ്ടീഷൻ പാർട്ടിലോട്ടാണ്, റൈറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ. കണ്ടീഷനിൽ നിന്ന് നേരെ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നേരെ പോകുന്ന ഇൻക്രിമെൻറ്റേഷൻ പാർട്ട്, അവിടെ നിന്ന് നേരെ പോകുന്നത് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു ലൂപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പായിട്ട് ഇത് വർക്ക് ചെയ്തിരിക്കുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആകുന്നത്, ശ്രദ്ധിക്കണം, ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്ന സമയത്തായിരിക്കും ആ ഒരു ലൂപ്പ് ടെർമിനേറ്റ് ആയി പോകുന്നത്, റൈറ്റ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ഇനിഷ്യലൈസേഷൻ പാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അനങ്ങൂല്ല. അതായത് ഈ ഒരു ഇനിഷ്യലൈസേഷൻ പാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് റോളില്ല, റൈറ്റ്. പിന്നെ ഈ ഒരു പാർട്ടിന് റോളില്ല. പിന്നെ റോൾ വരുന്നത് കണ്ടീഷൻ ആൻഡ് ഇൻക്രിമെൻറ്റ് അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യത്തിന് മാത്രമേ റോളുള്ളൂ. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് പോകില്ല. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ നേരെ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് ഇൻക്രിമെൻറ്റേഷൻ പാർട്ട്, അതായത് ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്, കണ്ടോ ഇൻക്രിമെൻറ്റേഷൻ പാർട്ട്. അതിനുശേഷം എങ്ങോട്ടാണ് പോകുന്നത്, കണ്ടീഷൻ, പിന്നെയും കണ്ടീഷനിലോട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഒരു ഫ്ലോ എന്ന് പറയുന്നത് അല്ലേ. ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു കാര്യമായിരിക്കും, റൈറ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് കൂടെ നോക്കാം. അപ്പോൾ അതും കൂടി കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ കട്ട് ഒരു ഐഡിയ കിട്ടും, റൈറ്റ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്ത് നോക്കാൻ പോണ പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർ ലൂപ്പിൻ്റെതാണ്. അതായത് നമ്മൾ സെയിം നേരത്തെ ചെയ്തിട്ടുള്ള 10 ഡിജിറ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക ബൈ യൂസിങ് ദ ഫോർ ലൂപ്പ്, റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ ലൂപ്പ് നമുക്ക് ആക്ച്വലി ഫോർ ലൂപ്പിൽ എഴുതുവാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ട് ഒരു ആപ്പിലോ അല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൂടുതലും ലൂപ്പ് യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി പ്രോഗ്രാമിങ്ങിൻ്റെ സ്ട്രക്ചർ എഴുതുവാണ്. include steel io.h void main. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫോർ ലൂപ്പ് എങ്ങനെ എഴുതണേന്ന്. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് എഴുതാം. കീവേഡ് എഴുതി ആൻഡ്
int I equal to 0. നമുക്ക് വേണമെങ്കിൽ ഈ ഇൻറ്റീജർ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിയിൽ നമ്മൾ int I എന്നും പറഞ്ഞ്, അതായത് ഇങ്ങനെയും നമുക്ക് എഴുതാം. I എന്നും പറഞ്ഞ് എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ end ഒഴിവാക്കാം. അങ്ങനെ രണ്ട് രീതി നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് എത്ര 10 വരെ അല്ലേ, അപ്പോൾ I എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10. ഓക്കെ, നമുക്ക് 1 to 10 ആണെങ്കിൽ ആക്ച്വലി ഇവിടെ നമുക്ക് 1 കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇവിടെ ഈക്വൽ ടു കൊടുക്കാം ആൻഡ് I പ്ലസ് പ്ലസ്, റൈറ്റ്. എന്നിട്ട് നമുക്ക് എന്താണ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി, ഏതാ ആ ഐനെ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ന്യൂ ലൈൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ് താഴേക്ക് കിട്ടും, റൈറ്റ്. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 2 3 4 അപ് ടു 10 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഫോർ ലൂപ്പ് ഡയഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ നമ്മൾ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.